ടെക് ലോകത്തു നിന്നുള്ള വാർത്തകൾ. ജനോപകാരപ്രദമായ നീക്കവുമായി കേന്ദ്ര സർക്കാർ. അനുയോജ്യമായ സർക്കാർ പദ്ധതികൾ തിരഞ്ഞെടുക്കാൻ ഒരു പോർട്ടൽ തന്നെ അവതരിപ്പിച്ചിരിക്കുകയാണ് കേന്ദ്രം. രാജ്യത്തെ 140 ബില്യണിലധികം ആളുകൾക്കായി ആയിരക്കണക്കിന് പദ്ധതികളാണ് സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ആളുകളുടെ ക്ഷേമവും സുരക്ഷയുമാണ് സർക്കാരിന്റെ പ്രധാന ലക്ഷ്യം. എന്നാൽ സർക്കാരിന്റെ മിക്ക പദ്ധതികളും അർഹരിലേക്ക് എത്തുന്നില്ല എന്നതാണ് സത്യം. ഏത് പദ്ധതി എങ്ങനെ പ്രയോജനപ്പെടുത്തണമെന്ന സംശയം ഭൂരിഭാഗം ആളുകളിലുമുണ്ട്. എന്നാൽ ഇതിനു പരിഹാരമായി കേന്ദ്ര സർക്കാർ തന്നെ രംഗത്തെത്തിയിരിക്കുകയാണ്. മൈ സ്കീം പോർട്ടൽ നിങ്ങൾക്ക് അനുയോജ്യമായ സർക്കാർ പദ്ധതികൾ അതിവേഗം തിരിച്ചറിയാൻ സാധിക്കും. കൃഷി, ഗ്രാമ പരിസ്ഥിതി മേഖല, ബാങ്കിംഗ്, സാമ്പത്തിക സേവനങ്ങൾ, ഇൻഷുറൻസ് മേഖല, ബിസിനസ്, സംരംഭകത്വ മേഖല, വിദ്യാഭ്യാസ പഠന മേഖല, ആരോഗ്യ ക്ഷേമ മേഖല, ഭവന ആശ്രയ മേഖല തുടങ്ങി ആകെ 15 വിഭാഗങ്ങളിലാണ് സർക്കാർ പദ്ധതികൾ അധികവും വരുന്നത്. ഇവയിൽ നിന്ന് നമുക്ക് അനുയോജ്യമായവ കണ്ടെത്തുക സാധാരണഗതിയിൽ തികച്ചും ദുഷ്കരമാണ്. ഇവിടെയാണ് മൈ സ്കീം പോർട്ടൽ നേട്ടമാകുന്നത്. ഉപഭോക്താക്കൾ ആദ്യം മേരി യോജന പോർട്ടലിൽ പോയി ഹിന്ദി അല്ലെങ്കിൽ ഇംഗ്ലീഷ് ഭാഷ തിരഞ്ഞെടുക്കണം. തുടർന്ന് ഫൈൻഡ് സ്കീം ഫോർ യു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഉപഭോക്താവിന്റെ മുഴുവൻ വിവരങ്ങളും പൂരിപ്പിച്ച് നൽകുക. എത്രത്തോളം വിവരങ്ങൾ നൽകുന്നുവെന്നത് നമുക്ക് അനുയോജ്യമായ പദ്ധതികൾ ഫലപ്രദമായി കണ്ടെത്താൻ സഹായിക്കും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ലോൺ എടുക്കാൻ ഇനി ബാങ്കുകളിൽ കയറി ഇറങ്ങണ്ട. HDFC ബാങ്കിന്റെ ATM വഴി ഇനി ലോൺ ലഭിക്കും. പണത്തിന് ആവശ്യമില്ലാത്തവരായി ആരും തന്നെ ഉണ്ടാകില്ല. എന്നാൽ ആവശ്യമുള്ള സമയത്ത് പണം ആളുകളുടെ കയ്യിൽ ഉണ്ടാകണമെന്നുമില്ല. ഇവിടെയാണ് വായ്പകൾ പ്രാധാന്യമർഹിക്കുന്നത്. സാധാരണഗതിയിൽ ആളുകൾ വായ്പകൾക്കായി ബാങ്കിനെ സമീപിക്കുകയോ ബാങ്കിന്റെ വെബ്സൈറ്റ് സന്ദർശിച്ച് അപേക്ഷിക്കുകയോ ആണ് പതിവ്. എന്നാൽ ഇനി അത്രയും ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല. ATM വഴി ലോൺ എടുക്കാം. രാജ്യത്തെ പ്രമുഖ സ്വകാര്യ ബാങ്കായ HDFC വാഗ്ദാനം ചെയ്യുന്ന ഓപ്ഷനുകളിലൊന്നാണ് ATM വായ്പ. എന്നാൽ പലരും ഇന്നും ഈ സേവനത്തെപ്പറ്റി മനസ്സിലാക്കിയിട്ടില്ല. അതിനാൽ തന്നെ റിപ്പോർട്ടുകൾ പ്രകാരം വളരെ കുറച്ച് ആളുകൾ മാത്രമാണ് ATM വായ്പ എടുത്തിട്ടുള്ളത്. അതേസമയം നിങ്ങളുടെ അക്കൗണ്ടിൽ മുൻകൂട്ടി അംഗീകാരം ലഭിച്ച ലോൺ ഓഫർ ഉണ്ടെങ്കിൽ മാത്രമേ ATM വായ്പ കിട്ടൂ. വായ്പ ലഭിക്കാൻ അർഹതയുണ്ടെങ്കിൽ ATMിലേക്ക് പോയി മെഷീനിലെ ലോൺ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക എന്നതാണ്. ഇതോടെ ലോൺ ഘട്ടം ആരംഭിക്കാം. തുടർന്ന് വരുന്ന വിൻഡോയിൽ നിന്ന് ലോൺ തുക, പലിശ നിരക്ക്, EMI, ലോൺ കാലയളവ് എല്ലാം മനസ്സിലാക്കാൻ സാധിക്കും. എല്ലാം നിങ്ങൾക്ക് സ്വീകാര്യമാണെങ്കിൽ പേര്, ഇമെയിൽ ID, വിലാസം, അക്കൗണ്ട് നമ്പർ എന്നിവ ഉറപ്പാക്കാം. തുടർന്ന് ATM പിൻതുക നൽകുന്നതോടെ ലോൺ തുക നിങ്ങളുടെ സേവിങ്സ് അക്കൗണ്ടിലോ കറന്റ് അക്കൗണ്ടിലോ ക്രെഡിറ്റ് ചെയ്യപ്പെടും. നടപടികൾ ഒരു ഞൊടിയിടയിൽ പൂർത്തിയാക്കാൻ ഇത് സഹായിക്കും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. സെക്കൻഡുകൾ കൊണ്ട് ഇനി പണം അയക്കാം. ഇന്ത്യയുടെ ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനത്തിൽ ജൂൺ 16 മുതൽ മാറ്റങ്ങൾ വരുന്നു. ഇന്ത്യയുടെ ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനത്തിൽ വലിയൊരു നവീകരണം നടക്കുന്നു. 2025 ജൂൺ 16 മുതൽ രാജ്യത്തുടനീളമുള്ള ആളുകൾക്ക് മുമ്പത്തേക്കാൾ വേഗത്തിൽ UPI പേയ്മെന്റുകൾ നടത്താൻ കഴിയും. നിലവിൽ ഒരു UPI ഇടപാടിന് സാധാരണയായി 30 സെക്കൻഡ് മാത്രമേ എടുക്കൂ. എന്നിരുന്നാലും നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ പുതിയ നീക്കത്തിലൂടെ പേയ്മെന്റ് പൂർത്തിയാക്കുന്നതിന് ഇനി 15 സെക്കൻഡ് മാത്രം മതി. ഈ മാറ്റം പണം അയക്കുന്നതും സ്വീകരിക്കുന്നതും വേഗത്തിലും സുഗമവുമാക്കും. 2025 ഏപ്രിലിൽ UPI വഴിയുള്ള ഇടപാടുകൾ 17.89 ബില്യണായി. അതായത് കഴിഞ്ഞ വർഷത്തേക്കാൾ 34% വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. ഏപ്രിലിൽ ആകെ UPI ഇടപാട് മൂല്യം 23.95 ലക്ഷം കോടിയായിരുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഇന്ധന ആവശ്യകത കുതിച്ചുയരുന്നു. ഏപ്രിലിൽ ഡീസൽ ഉപഭോഗം 8.23 ദശലക്ഷം ടണ്ണായി ഉയർന്നു. വേനൽക്കാലം ആരംഭിച്ചതിനാൽ ഏപ്രിലിൽ ഇന്ത്യയിലെ ഡീസൽ ഉപഭോഗം വീണ്ടും ഉയർന്നു. ഡിമാൻഡിൽ 4% വർധനവാണ് രേഖപ്പെടുത്തിയത്. പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയത്തിലെ പെട്രോളിയം പ്ലാനിംഗ് ആൻഡ് അനാലിസിസ് സെല്ലിൽ നിന്ന് ലഭ്യമായ ഏറ്റവും പുതിയ റിപ്പോർട്ട് പ്രകാരം ഏപ്രിലിൽ ഡീസൽ ഉപഭോഗം 8.23 ദശലക്ഷം ടണ്ണായി ഉയർന്നിട്ടുണ്ട്. കഴിഞ്ഞ വർഷത്തെ ഡിമാൻഡിനേക്കാൾ ഏകദേശം 4% വർധനവാണ് ഉണ്ടായത്. ഇത് 2023 ഏപ്രിലിനെ അപേക്ഷിച്ച് ഉപഭോഗത്തിൽ 5.3% കൂടുതലും കോവിഡ് കാലയളവിനേക്കാൾ 10.45% കൂടുതലുമാണ്. കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി ഡീസൽ വിൽപ്പന മന്ദഗതിയിലായിരുന്നു. പെട്രോൾ, CNG, വൈദ്യുതി എന്നിവയിലേക്ക് യാത്രാവാഹനങ്ങൾ മാറിയിട്ടുണ്ടെങ്കിലും രാജ്യത്തുപയോഗിക്കുന്ന പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ 38% ഡീസലാണ്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഇത്രയും വിലക്കുറവിൽ സ്കൂട്ടർ കിട്ടുമോ? എന്നാൽ കിട്ടും. വെറും 39,999 രൂപയ്ക്ക് പുതിയ സ്കൂട്ടർ വിപണിയിലെത്തിച്ചിരിക്കുകയാണ് ഓല. ഇന്ത്യയിലെ മുൻനിര ഇലക്ട്രിക് സ്കൂട്ടർ ബ്രാൻഡായ ഓല ഇലക്ട്രിക്സിന്റെ ഏറ്റവും വിലക്കുറഞ്ഞ സ്കൂട്ടർ നിരത്തിലിറങ്ങി. ഓല ഗിഗ് എന്ന് പേരിട്ടിരിക്കുന്ന ഈ വാഹനത്തിന് വെറും 39,999 രൂപ മാത്രമേ വിലയുള്ളൂ. മാത്രവുമല്ല, ഒറ്റ ചാർജിൽ 112 കിലോമീറ്റർ സഞ്ചരിക്കാനും സാധിക്കും.
ഒല ഗിഗ്ലോ സ്പീഡ് ഇലക്ട്രിക് സ്കൂട്ടറാണ്. അതുകൊണ്ട് തന്നെ ഇത് ഓടിക്കാൻ ഡ്രൈവിംഗ് ലൈസൻസോ രജിസ്ട്രേഷനോ ആവശ്യമില്ല. മണിക്കൂറിൽ 25 കിലോമീറ്റർ വേഗമുള്ള ഈ വാഹനം നഗരയാത്രകൾക്കും ചെറിയ യാത്രകൾക്കും മികച്ചതാണ്. വിദ്യാർത്ഥികൾക്കും മുതിർന്ന പൗരന്മാർക്കും ഒരേപോലെ ഉപയോഗിക്കാൻ പറ്റിയ രീതിയിലാണ് ഒല ഗിഗ് നിർമ്മിച്ചിരിക്കുന്നത്. ഫുഡ് ഡെലിവറി പോലുള്ള ജോലികൾ ചെയ്യുന്നവരെ ലക്ഷ്യമിട്ടാണ് ഒല വാഹനം വിപണിയിലിറക്കിയിരിക്കുന്നത്. വിലക്കുറവാണെങ്കിലും ഗിഗിന്റെ പ്രകടനത്തിൽ ഒട്ടും കുറവ് വരുത്തിയിട്ടില്ല. 1.5 കിലോവാട്ട് ലിഥിയം അയൺ ബാറ്ററിയും 250 വാട്ട് മോട്ടറുമാണ് വാഹനത്തിന് കരുത്തു പകരുന്നത്. പോർട്ടബിൾ ബാറ്ററിയോട് കൂടിയതും അതിവേഗ ചാർജിംഗ് സൗകര്യമുള്ളതുമാണ് ഗിഗ്. ഡിജിറ്റൽ ഡിസ്പ്ലേ, ആന്റി തെഫ്റ്റ് അലാറം, പുഷ് ബട്ടൺ സ്റ്റാർട്ട്, മൊബൈൽ ചാർജിംഗ് പോർട്ട്, ലഗേജ് ട്രേ എന്നിവ ഒല സ്കൂട്ടറിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV.